Hello, my dear students, my dear children. We are starting the last class of our chapter 13, Building New Nations. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ചാപ്റ്റർ 13, അതായത് നമ്മുടെ ടെക്സ്റ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയോട് കൂടി ക്ലോസ് ചെയ്യുകയാണ്. അത് കംപ്ലീറ്റ് ആവുന്നു. ബിൽഡിംഗ് ന്യൂ നേഷൻസിൽ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളെ പറ്റിയാണ് പഠിച്ചത്? ഫസ്റ്റ് വൺ USA, സെക്കൻഡ് വൺ USSR ആൻഡ് തേർഡ് വൺ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രണ്ട് ഫേസിലാണ് നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി പഠിക്കുക. എങ്ങനെ അതൊരു പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായി മാറി. അതിലെ ഫസ്റ്റ് ഫേസ് നമ്മൾ പാർട്ട് 5 വീഡിയോയിൽ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡാണ്, നിങ്ങൾ കാണണം. ഓക്കെ, അതിനകത്ത് നമ്മൾ എന്താണ് പഠിച്ചത്? എങ്ങനെയാണ് മൊണാർക്കിക്ക് പവർ ലോസ്റ്റ് ആയത്. ഹൗ ദ മൊണാർക്കി ഇൻ മാഞ്ചു ഡൈനാസ്ട്രി ഇൻ ചൈന ലോസ് ദ പവർ. ഓക്കെ, അവിടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ലീഡറെ പറ്റി പഠിച്ചു, സൻ യാൻസൻ. കോമിങ്താങ് പൊളിറ്റിക്കൽ പാർട്ടി. സൻ യാൻസൻ, ദ പീപ്പിൾസ് ലീഡർ, he started a new political party named Kuomintang Party, and they started a revolution, and as a result of this revolution would happen, the monarch, the Manchu emperor, lost the power, and there arrived a people's government named Kuomintang Republic. It was led by Sun Yat-sen. Okay, after the death of Sun Yat-sen, something happened in China. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഡോക്ടർ സൻ യാൻസൻ വുഡ് ഹാപ്പൻ ഇൻ ചൈന. അപ്പോൾ ചൈനയിലെ റെവല്യൂഷൻ്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് സൻ യാൻസൻ്റെ ഡെത്തിന് ശേഷമാണ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ഹിസ്റ്ററിയാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, അതാണ് എങ്ങനെയായി എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദി കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷൻ ഇൻ ചൈന. അപ്പോൾ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് സൻ യാൻസൻ, ദിസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൻഡ് മാവോ സേതുങ്, ദ ലീഡർ മാവോ സേതുങ്, അവരുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് നമ്മൾ കാണുക. ചൈനയിലെ അഡ്മിനിസ്ട്രേഷൻ്റെ രംഗത്ത്, അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ രംഗത്ത്, സോഷ്യൽ രംഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ ഇൻവോൾവ്മെൻറ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടോപ്പ് ലീഡർ മാവോ സേതുങ്ങിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, അതെന്താണെന്നാണ് നമ്മൾ പഠിക്കുക. അങ്ങനെയാണ് ചൈന വീണ്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് വരുന്നതും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അവിടെ ബിൽഡ് ചെയ്യപ്പെടുന്നതും. ഓക്കെ, the Chinese Communist Party was formed in 1921 under the leadership of Mao Zedong. മാവോ സേതുങ്ങിൻ്റെ പിക്ചർ ടീച്ചർ ഒന്ന് കാണിക്കാം, കേട്ടോ. ഇതാണ് മാവോ സേതുങ്, ദ ടോപ്പ് മോസ്റ്റ് ലീഡർ ഓഫ് ചൈന. ചൈനയിലെ എക്കാലത്തെയും കമ്മ്യൂണിസ്റ്റ് ലീഡർ എന്ന് പറയാവുന്നത് അത് ഇന്നും അന്നും അല്ലേ മാവോയാണ്. മാവോ സേതുങ്. USSRനെ വ്ലാഡിമിർ ലെനിനെ പോലെയാണ്, അത്രയും ടോപ്പ് റെസ്പെക്റ്റ് കിട്ടിയ ആളാണ് മാവോ സേതുങ്. ഓക്കെ, അപ്പോൾ മാവോ സേതുങ്ങിൻ്റെ ലീഡർഷിപ്പിൽ 1921 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായി. ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ് ഇൻ 1921 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാവോ സേതുങ്. Chinese Communist Party was able to influence the peasants and workers. So these peasants and workers, they have so many miseries, so many problems. So they take membership in the Communist Party, Chinese Communist Party. അപ്പോൾ ഈ അവിടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച കൃഷിക്കാരും വർക്കേഴ്സും, പെസൻസും വർക്കേഴ്സും, അവർക്ക് ലോ ഇൻകമാണ്, ലോ സ്റ്റാറ്റസ് ആണ്, ലോങ് വർക്കിംഗ് അവേഴ്സ് ആണ്, അങ്ങനെ എ നമ്പർ ഓഫ് പ്രോബ്ലംസ്. അതുകൊണ്ട് അവരവരുടെ ഒരു രക്ഷകരായിട്ട് ആരെ കണ്ടു? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടു. അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഏകദേശ നോളജ് ഉണ്ട്. എന്തുകൊണ്ടാണ്? റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നു, റഷ്യയിൽ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് വന്നു, റഷ്യയുടെ ഹെൽപ്പ് എല്ലാ കാര്യത്തിലും ഈ നമ്മുടെ കോമിങ്താങ് റിപ്പബ്ലിക്കിനുണ്ടായിരുന്നു, ഡോക്ടർ സൻ യാൻസനുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, എന്താണ് സോഷ്യലിസം എന്ന് ചൈനയിലെ പെസൻസിനും വർക്കേഴ്സിനും they had full knowledge.
about the socialist idea, communist idea, Karl Marx, and the Communist Manifesto. So these people, peasants and workers, they joined the Chinese Communist Party. The Communist Party influenced the peasants and workers. Chiang Kai-shek, who came to power after the death of Sun Yat-sen, opened up coal and iron production, banking, insurance and foreign trade to foreign powers. ഈ സന്യാൻസിൻ്റെ ഡെത്തിന് ശേഷം അവിടെ കൂമിങ്താങ് റിപ്പബ്ലിക്കിലേക്ക് ലീഡറായിട്ട് അല്ലെ അവരുടെ പ്രസിഡൻ്റായിട്ട് വരുന്നത് നെക്സ്റ്റ് ലീഡറായിരുന്നു ചിയാങ് കൈഷക്. കൂമിങ്താങ് പാർട്ടിയുടെ രണ്ടാമത്തെ ലീഡറായ ചിയാങ് കൈഷക്കാണ് സന്യാൻസിന് ശേഷം അവിടെ പ്രസിഡൻ്റ് ആയത്. കൂമിങ്താങ് റിപ്പബ്ലിക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹം ഒരു വലിയ ചതി ചെയ്തു. എന്താണെന്ന് നിങ്ങൾ നോക്കിയേ, അദ്ദേഹം ചൈനയെ ചീറ്റ് ചെയ്തു. ചിയാങ് കൈഷക് എന്താണ്, സന്യാൻസൻ ഹി വാസ് ഓക്കെ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകളോടും അതുപോലെ തന്നെ റഷ്യയോടും എല്ലാം വളരെ ക്ലോസ് ആയിട്ട് ചേർന്ന് നിന്നുകൊണ്ട് റഷ്യയുടെ ഹെൽപ്പോടുകൂടി പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക് ഫീൽഡിലൊക്കെ വളരെ ചേഞ്ചസ് കൊണ്ടുവന്ന വളരെ നല്ല ലീഡറായിരുന്നു Sun Yat-sen. But after the death of Sun Yat-sen, this Chiang Kai-shek, he came to power and he opened the coal, iron production, banking, insurance, foreign trade, everything to foreign powers. അപ്പോൾ ചൈനയിലെ ബാങ്കിങ്, ഇൻഷുറൻസ്, ഫോറിൻ ട്രേഡ്, അയൺ ആൻഡ് കോൾ പ്രൊഡക്ഷൻ, എവറിതിങ് ആർക്ക് കൊടുത്തു? ഫോറിൻ ട്രേഡേഴ്സിന് കൊടുത്തു, ഫോറിൻ പവേഴ്സിന് കൊടുത്തു. മറ്റു രാജ്യങ്ങൾക്ക് ഇതെല്ലാം വിറ്റു. ഹു? ചിയാങ് കൈഷക്. അപ്പോൾ സന്യാൻസിന് ശേഷം പ്രസിഡൻ്റായ ചിയാങ് കൈഷക്ക് ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ അല്ലായിരുന്നു. ഓക്കെ, സോ വാട്ട് ഹാപ്പൻ? ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാവോ സേതുങ് ഒപ്പോസ് ദീസ് പോളിസീസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാവോ സേതുങ്, they opposed the policies of Chiang Kai-shek. Okay, in 1934, Mao Zedong organized his famous Long March, which ended in the Declaration of People's Republic of China. 1934-ൽ മാവോ സേതുങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു പുതിയ സ്ട്രാറ്റജി, പുതിയ റെവല്യൂഷൻ മെത്തേഡ് എടുത്തു. അതെന്തായിരുന്നു? ലോങ് മാർച്ച്. അവരൊരു പുതിയ സ്ട്രൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു ലോങ് മാർച്ച് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഈസ്റ്റേൺ ചൈനയിൽ നിന്നും അത് നോർത്ത് വെസ്റ്റേൺ ചൈന വരെ ഒരു 8,000 മൈൽസ്. ദാറ്റ് മീൻസ് ഒരു 10,000 കിലോമീറ്റേഴ്സ്. 10,000 കിലോമീറ്റേഴ്സ് യാത്ര ചെയ്യുന്ന ഒരു ലോങ് മാർച്ച്. ദേ അറേഞ്ച് എ ലോങ് മാർച്ച്. എന്തിനായിരിക്കും ഈ ലോങ് മാർച്ചിൻ്റെ അതിൻ്റെ എയിം എന്താണ്? ചിയാങ് കൈഷക്കിനെ അധികാരത്തിൽ നിന്നും ഔട്ടാക്കുക, അങ്ങനെ ചൈനയുടെ ഭരണം സീസ് ചെയ്യുക, പിടിച്ചെടുക്കുക, ചൈനയെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ കുമിങ്താങ് പാർട്ടി ഇവിടെ അവസാനിക്കുക. ലോങ് മാർച്ച് തീരുമ്പോൾ ചൈനയിലുണ്ടായ കുമിങ്താങ് പാർട്ടി എൻഡ് ആവുകയും അവിടെ കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈയടക്കുകയും ചെയ്തു. സോ 1934 മാവോ സേതുങ് ഓർഗനൈസ്ഡ് എ ലോങ് മാർച്ച്. ഇപ്പം ചൈനീസ് റെവല്യൂഷൻ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻ്റ് എന്ന് പറയുന്നത് ലോങ് മാർച്ചാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ലോങ് മാർച്ചിനെ പറ്റി നമ്മളിപ്പം അടുത്തതായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ലോങ് മാർച്ച് എന്താണ്? ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റെവല്യൂഷനായിരുന്നു ലോങ് മാർച്ച്. In 1934, the Mao Zedong organized his famous Long March, which ended in the Declaration of People's Republic of China. Okay, this is Mao Zedong, their top leader. Then prepare a note on the Long March. It is very very important. You have to study. In 1934, Mao Zedong organized his famous Long March. He was the leader of Chinese Communist Party. Peasants and workers joined the march. They traveled 11 provinces from Kinsi to Shanxi. Kinsi, കേട്ടോ. അത് വായിക്കേണ്ടത്, അത് സ്പെല്ലിംഗ് ഒന്നും നോക്കി നിങ്ങൾ വായിക്കണമെന്നില്ല. അത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്: കിങ്സി, ഷൻസി, കാൻസി ടു ഷെൻസി, ഷെൻസി. ഓക്കെ, അതാണ് കറക്റ്റ്. കാൻസി, ഷെൻസി. ഈ കാൻസി എന്ന് പറയുന്നത് അവരുടെ സൗത്ത് ഈസ്റ്റ് ഭാഗമാണ്.
ഷെൻസി എന്ന് പറയുന്നത് അവരുടെ നോർത്ത് വെസ്റ്റ് ഭാഗമാണ്. അപ്പോൾ ചൈനയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു ലോങ് മാർച്ച്. ദേ ട്രാവൽഡ് 11 പ്രോവിൻസസ്. ആരാണ് ഈ മാർച്ചിൻ്റെ കൂടെ? മാവോ സേതുങ്ങിൻ്റെ കൂടെയുള്ള ആളുകൾ ആരൊക്കെയാണ്? പെസൻസ് ആൻഡ് വർക്കേഴ്സ്. ഇവരെന്താണ് ചെയ്തത്? ഈ ലോങ് മാർച്ച് വെറുതെ മാർച്ചായിട്ട് കുറച്ച് സ്ലോഗൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയല്ല ചെയ്യുന്നത്. ഇവർ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടേ. നോക്കിക്കേ, ഫാം ലാൻഡ്സ് വെയർ ലിബറേറ്റഡ് ഫ്രം ലോഡ്സ് ആൻഡ് ഗിവൺ ടു ദ പെസൻസ്. ഫാം ലാൻഡ്സ് കൈവശം വെച്ചിരുന്ന വലിയ വലിയ ലോഡ്സ് ഉണ്ടായിരുന്നു അവിടെ. ലോഡ്, ലാൻഡ് ലോഡ്സ്, ജന്മിമാരെ. സോ ഫാം ലാൻഡ്സ് ലിബറേറ്റഡ് ഫ്രം, ദേ സീസ് all the farmlands from the ownership of landlords, and they distributed that property to landless peasants. അപ്പോൾ ഓരോ പ്രോവിൻസിലും 11 പ്രോവിൻസിലൂടെയായി വലിയ മാർച്ച് കടന്നു പോകുന്നത്. അതൊരു ഏകദേശം ഒരു 10,000 കിലോമീറ്റേഴ്സ്, 8,000 മൈൽസാണ് ഇവർ യാത്ര ചെയ്തത്. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണ്? ഓരോ പ്രോവിൻസിലും ചെല്ലുമ്പോൾ അവിടെയുള്ള ലാൻഡ് ഓൺസിൻ്റെ കയ്യിലുള്ള ലാൻഡ് സീസ് ചെയ്യും, പിടിച്ചെടുക്കും, ലിബറേറ്റ് ചെയ്യും. എന്നിട്ട് അത് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? ലാൻഡ്ലെസ് ആയിട്ടുള്ള അവിടെയുള്ള പെസൻസിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതാണ് അവരുടെ പരിപാടി. ഫാം ലാൻഡ്സ് വെയർ ലിബറേറ്റഡ് ഫ്രം ദ ലോഡ്സ് ആൻഡ് ഗിവൺ ടു ദ പെസൻസ്. ഓൺ April 21, 1949 ദ റെഡ് ആർമി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒരു സൈഡ് ആയിട്ട് വരുന്ന അവരുടെ ഒരു ഗ്രൂപ്പാണ് റെഡ് ആർമി. ദേ ക്യാപ്ചേർഡ് നാൻജിങ്, ദ ക്യാപിറ്റൽ ഓഫ് ദ കോമിങ്താങ് ഗവൺമെൻറ്. കോമിങ്താങ് ഗവൺമെൻറ്റിൻ്റെ ചിയാങ് കൈഷക്കിൻ്റെ നാൻജിങ് അവരെ സീസ് ചെയ്തു. ദേ ക്യാപ്ചേർഡ് നാൻജിങ് ആൻഡ് ദേ ഡിക്ലെയർ ചൈന ആസ് എ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. ഓക്കെ, ദെൻ ഓൺ October 1st under the leadership of Mao Zedong, China was declared the People's Republic of China. Okay, they captured Nanjing, the capital of Kuomintang government, and Chiang Kai-shek, he was thrown out of power, and Communist Party seized the power under the leadership of Mao Zedong. Okay, this event was known as Long March ആയിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ എന്താണ് വന്നിരിക്കുന്നത്? ലോങ് മാർച്ച്. ഇപ്പം നമുക്ക് ആ ലോങ് മാർച്ച് നടന്ന ഈ ഡേറ്റുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. April 21, 1949 അതാണ് അവർ സീസ് ചെയ്യുന്ന ആ ദിവസം അല്ലെങ്കിൽ ആ വർഷം. അതുപോലെ തന്നെ ഏപ്രിൽ അവർ സീസ് ചെയ്തു, ഒക്ടോബറിലാണ് ഈ ഡിക്ലറേഷൻ ഉണ്ടാകുന്നത്. അതേ സെയിം ഇയർ, October 1st, 1949. ഇവിടെ നിങ്ങൾക്ക് 1949 തന്നെ എഴുതാം. 1949 October 1st മാവോ സേതുങ് ഹി ഡിക്ലെയർഡ് ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. അപ്പോൾ ഏപ്രിൽ അവർ നാൻജിങ് സീസ് ചെയ്തു. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. ഓക്കെ, ഒരു 5 month ഒരു ബ്രേക്ക് ഉണ്ടായി. അപ്പോൾ അവരുടെ ഒരു ഗവൺമെൻറ്റൊക്കെ അവർ സെറ്റ് ചെയ്തു, എല്ലാം റെഡിയാക്കിയിട്ട് അവർ ഡിക്ലെയർ ചെയ്തു. എന്താണ് ഡിക്ലെയർ ചെയ്തത്? October 1st പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ലോങ് മാർച്ചിൻ്റെ ആ റൂട്ട് ഓഫ് ദ ലോങ് മാർച്ച്. 8,000 miles, 10,000 kilometers. ഓക്കെ, ഇത് എവിടെ തൊട്ട് എവിടെ വരെയാണെന്ന് പറഞ്ഞാൽ ക്യാൻസി ടു ഷെൻസി. ഓക്കെ, ഇവിടെ റെഡ് ആരോ തന്നിരിക്കുന്നതാണ് നമ്മുടെ ലോങ് മാർച്ചിൻ്റെ റൂട്ട്. 11 provinces ആണ് അവരെ കവർ ചെയ്തത്. അവരെന്താണ് ചെയ്തത്? ദേ സീസ് land from the landlords and they distributed their land to the peasants, landless peasants. എന്നാണ് അവരവിടെ വന്നത്? 1949 ഏപ്രിൽ. അവരെന്നാണ് ഡിക്ലെയർ ചെയ്യുന്നത്? 1949 October 1st. Then റിസൾട്ട്സ് ഓഫ് ചൈനീസ് റെവല്യൂഷൻ ചൈനക്കാർക്ക് അത് വലിയൊരു റെവല്യൂഷനായിരുന്നു. അവിടെ വലിയ ചേഞ്ചസ് ഉണ്ടായി. അത് അഡ്മിനിസ്ട്രേറ്റീവ്, പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് എല്ലാ സെക്ടേഴ്സിലും വലിയ ചേഞ്ച് കൊണ്ടുവന്ന ചൈനയെ ശരിക്കും ഒരു ടോപ്പ് കൺട്രിയാക്കി മാറ്റിയത് അവരുടെ ചൈനീസ് റെവല്യൂഷനാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് മറ്റ് രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ ടോട്ടലി വേൾഡിനോ എന്ത് സംഭവിച്ചത് നമുക്ക് നോക്കാം. ദ റിസൾട്ട്സ് ഓഫ് ചൈനീസ് റെവല്യൂഷൻ. ഫോറിൻ ഡോമിനേഷൻ ഇൻ ചൈന കെയിം ടു ആൻ എൻഡ്.
ഫോറിൻ ഡോമിനേഷൻ കെയിം ടു ആൻ എൻഡ്. അത് ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചെടുത്തത് തന്നെ എന്തിനു വേണ്ടിയായിരുന്നു? ഈ ഫോറിൻ ഡോമിനേഷനെ ഇല്ലാതാക്കാൻ. ഇവർക്ക് മൊണാർക്കി ഇല്ലാതാക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി മൊണാർക്കി അവിടെ എൻഡായിരുന്നു. അപ്പം ഇനി ഇവർക്ക് ആരെ മാത്രം എൻഡ് ചെയ്താൽ മതി? ഈ ഫോറിൻ ഡോമിനേഷനെ എൻഡ് ചെയ്താൽ മതി. സോ ദേ എൻഡഡ് ദ ഫോറിൻ ഡോമിനേഷൻ ഇൻ ചൈന. Then the second result, it caused the socialist idea spread among the nations of the world. ചൈനയിൽ മാത്രമല്ല, ഈ വേൾഡിൽ മറ്റു രാജ്യങ്ങളിലും സോഷ്യലിസ്റ്റ് ഐഡിയ സ്പ്രെഡ് ചെയ്തു. അതാണ് വേൾഡിന് കിട്ടിയ ഗുണം. നമ്മുടെ ഇന്ത്യയിൽ പോലും ഈ ചൈനയിലെ സോഷ്യലിസം നമ്മുടെ ഇന്ത്യയിൽ പോലും സ്പ്രെഡ് ചെയ്തു. CPI ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ചില പൊളിറ്റിക്കൽ പാർട്ടീസാണ് CPI ഒക്കെ. ഓക്കെ, അവരുടെയൊക്കെ അതിൻ്റെ ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ആ ആശയമാണെന്ന് പറയുന്നില്ല. റഷ്യയിൽ നിന്നും അവർക്ക് ആശയം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ചൈനയിൽ നിന്നും അവർ ആശയം സ്വീകരിച്ചിട്ടുണ്ട്, ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് കോസ് ദ സോഷ്യലിസ്റ്റ് ഐഡിയ സ്പ്രെഡ് എമംഗ് ദി നേഷൻസ് ഓഫ് ദ വേൾഡ്. അപ്പം നമ്മുടെ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയൊക്കെ പോലെയുള്ള രാജ്യങ്ങളിലും എല്ലാം സോഷ്യലിസം സ്പ്രെഡ് ചെയ്തത് ഈ ചൈനീസ് റെവല്യൂഷൻ്റെ ഒരു റിസൾട്ടായിരുന്നു. നിങ്ങൾക്ക് റഷ്യൻ റെവല്യൂഷൻ്റെ റിസൾട്ടായിട്ടും സെയിം പോയിന്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അഗ്രികൾച്ചറൽ ലാൻഡ് വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ഫാർമേഴ്സ്. ഓക്കെ, ലാൻഡ്ലെസ് ഫാർമേഴ്സ് ഇപ്പോൾ ആരായി മാറി? ലാൻഡ് ഓണേഴ്സായി മാറി. അഗ്രികൾച്ചറൽ ലാൻഡ് വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ഫാർമേഴ്സ്. ചൈന ബിക്കം ദ പീപ്പിൾസ് റിപ്പബ്ലിക്. ചൈന ജനങ്ങളുടെ റിപ്പബ്ലിക്കായി മാറി. ചൈന ബിക്കെയിം ദ പീപ്പിൾസ് റിപ്പബ്ലിക്. ദീസ് ആർ ദ റിസൾട്ട് ഓഫ് ചൈനീസ് റെവല്യൂഷൻ. സോ യു ഹാവ് ടു സ്റ്റഡി ദ റോൾ ഓഫ് മാവോ സേതുങ്, ലോങ് മാർച്ച്, ദ റിസൾട്ട് ഓഫ് ചൈനീസ് റെവല്യൂഷൻ. ഓക്കെ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസൾട്ട് ഓഫ് ചൈനീസ് റെവല്യൂഷൻ പഠിക്കണം, മാവോ സേതുങ്ങിൻ്റെ റോള് പഠിക്കണം, അതുപോലെ നോട്ട് ചിയാങ് കൈഷക്, സന്യാൻസിൻ്റെ റോള് പഠിക്കണം. സന്യാൻസും കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ലീഡറും മാവോ സേതുങ്ങാണ്. ഓക്കെ, അപ്പോൾ അവരുടെ രണ്ടുപേരുടെ റോള് പഠിക്കണം. സന്യാൻസിൻ്റെ റോള് നിങ്ങൾ എഴുതുമ്പോൾ അദ്ദേഹം മൊണാർക്കി ഉണ്ടാക്കി, കൂമിങ്താങ് പാർട്ടി ഉണ്ടാക്കി, അദ്ദേഹം ഫസ്റ്റ് പ്രസിഡൻ്റായി, അതൊക്കെ എഴുതിക്കോണം. മാവോ സേതുങ്ങിൻ്റെ ഇടുമ്പോൾ ലോങ് ആർച്ച് കമ്മ്യൂണിസ്റ്റിൻ്റെ ആ പവറിലേക്ക് വരുന്നു, പീപ്പിൾസ് റിപ്പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. അതൊക്കെ മാവോ സേതുങ്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ കയറി 1 by 1 ആയിട്ട് ഓരോന്നും പഠിക്കണം. ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് ചോദ്യങ്ങൾ വരും. കാരണം ഇത് തേർഡ് ടേം പോർഷനാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക ഈ ചാപ്റ്റർ കേട്ടോ. ഈ 3 റെവല്യൂഷൻസും പഠിച്ചോണം, USSR ആൻഡ് ചൈന. ഇനി നമുക്ക് നിങ്ങളുടെ പരീക്ഷ 27 മാർച്ച് 2026 ഇനി നമുക്ക് ടൈമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ റിവിഷൻ കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻസ്, ഷുവർ ക്വസ്റ്റ്യൻസ്, A+ ടിപ്സ്, എല്ലാ തരത്തിലുള്ള റിവിഷൻസും ഉണ്ടാകും. നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ ചാനൽ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, വാച്ച് ചെയ്യുക. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങളുടെ പരീക്ഷ വരുന്നു. ഇനി നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ കുറച്ച് അവധികൾ കിട്ടും. ഞാൻ നിങ്ങളോടൊരു കൊച്ചു ഉപദേശം പറയാം. നിങ്ങളുടെ അവധി ദിവസങ്ങളിൽ നിങ്ങൾ രാവിലെയോ അല്ലെങ്കിൽ ഒന്നും പകൽ സമയത്ത് ഉറങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ പഠിച്ചു മടുക്കുമ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യുക. മമ്മിയോടും പപ്പായോടും ഒക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഗെയിമൊക്കെ കളിക്കുക. അങ്ങനെ നിങ്ങളുടെ സമയം ചിലവഴിക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ ഉറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷ നമുക്കറിയാം, നമുക്കൊരു ഇന്നർ ക്ലോക്ക് ഉണ്ട്. നമ്മൾ എന്താണോ ചെയ്തത് ആ സമയമാകുമ്പോൾ അത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അതായത് നമ്മളൊരു കൃത്യസമയത്ത് പകലൊക്കെ ഉറങ്ങാൻ തുടങ്ങിയാൽ നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഉറക്കം വരും. ഓക്കെ, അത് നമ്മുടെ പരീക്ഷയെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പകൽ സമയം, പ്രത്യേകിച്ച് നിങ്ങളുടെ പരീക്ഷ ഉച്ച കഴിഞ്ഞാണെങ്കിൽ, എനിക്കറിഞ്ഞുകൂടാ, ഉച്ച കഴിഞ്ഞൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ സമയത്തൊക്കെ ഉറങ്ങാൻ ഇടയാകരുത്. അങ്ങനെ നിങ്ങൾക്കൊരു ശീലം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും, പഠിച്ചതൊക്കെ മറന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ പകൽ സമയം പഠിക്കുക. പഠിച്ചതിന് ശേഷം കിട്ടുന്ന ഫ്രീ ടൈം എന്തെങ്കിലുമൊക്കെ മറ്റ് ആക്ടിവിറ്റികൾക്ക് ഉപയോഗിക്കുക. ഓക്കെ, ഉറങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്നർ ക്ലോക്ക് നമ്മളെ പരീക്ഷ എഴുതുമ്പോഴും ഉറക്കത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്.